വെനിസ്വേലയെ തകർത്തതുപോലെ അമേരിക്ക ഇപ്പോൾ ക്യൂബയെ വളയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയ്ക്കും ക്യൂബയ്ക്കും ഇടയിലുള്ള വൈര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശീതയുദ്ധകാലം മുതൽ അത് പ്രസിദ്ധമാണ്. എന്നാൽ കരീബിയൻ കടലിലെ ശാന്തമായ വെള്ളത്തിൽ നിലവിലുള്ള പ്രക്ഷുബ്ധത ഒരു വലിയ കൊടുങ്കാറ്റിനുള്ള സൂചനയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ക്യൂബയുടെ അതിർത്തികൾക്ക് സമീപം വർദ്ധിച്ചു വരുന്ന അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊരു സാധാരണ സൈനികാഭ്യാസം മാത്രമല്ല അമേരിക്ക ക്യൂബയുടെ അതിർത്തികളിൽ നടത്തുന്നത്. എല്ലാ വശങ്ങളിൽ നിന്നും ക്യൂബയെ വളയാനുള്ള ഒരു പ്രത്യേക തന്ത്രമാണ് അമേരിക്ക രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെനിസ്വേലയിൽ ചെയ്തതുപോലെ ക്യൂബയ്ക്കെതിരെ അമേരിക്ക ഏതെങ്കിലും വലിയ സൈനിക നടപടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു വലിയ പ്രതിസന്ധി ക്യൂബയെ എപ്പോൾ വേണമെങ്കിലും ബാധിക്കുമെന്ന് കാണിക്കുന്ന 5 പ്രധാന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലൊന്ന്, റൗൾ കാസ്ട്രോയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2026 മെയ് 20 94 വയസ്സുള്ള മുൻ ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ US നീതിന്യായ വകുപ്പ് കൊലപാതക കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 2, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന, ഞങ്ങൾ ക്യൂബയെ മോചിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. 3, USS നിമിറ്റ്സിന്റെ കടലിലേക്കുള്ള പ്രവേശനമാണ്. അതായത് അമേരിക്ക സംസാരിക്കുക മാത്രമല്ല സൈനിക വിന്യാസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലുതും ഏറ്റവും മാരകവുമായിട്ടുള്ള ആണവോർജ്ജ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS നിമിറ്റ്സ് അതിന്റെ മുഴുവൻ സ്ട്രൈക്ക് ഗ്രൂപ്പുകളുമായി കരീബിയൻ കടലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള വിന്യാസം തന്നെയാണ്. 4, ചാരവിമാനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ക്യൂബൻ നിരീക്ഷണമാണ്. 5, അമേരിക്കയുടെ കഴുകൻ ഡ്രോൺ കണ്ണുകൾ ഇപ്പോൾ ക്യൂബയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ്. ഏത് നിമിഷവും ക്യൂബയെ ഒരു ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ക്യൂബൻ ഭരണാധികാരികളെ അമേരിക്ക റാഞ്ചിയേക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.